ഹായ്, ഞാൻ ഇരിക്കുന്നത് എഡ്രെക്സ് മീഡിയ സ്കൂളിലാണ്. അതിൻ്റെ കോ-ഫൗണ്ടർ മിസ്റ്റർ ഷഹീം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഒരുപാട് കോളേജസ് ഉണ്ട്, ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നു. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്ത് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഈ സബ്ജക്റ്റിലായിരുന്നു. അപ്പോൾ ആ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ എനിക്ക് ആ ഏരിയയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു താല്പര്യം. കരിയറിന്റെ ഒരു തുടക്ക സമയം തൊട്ട് തന്നെ ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ 16 വർഷമായിട്ട് എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ്, ഒരു മാനേജ്മെന്റുമായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അവസാനം ഈ അഡ്രെക്സ് മീഡിയ സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. ഒന്ന് എഡ്യൂക്കേഷൻ മേഖലയിലുള്ള എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലേക്കുള്ള നമ്മുടെ ഇൻട്രസ്റ്റ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ അഡ്രെക്സ് മീഡിയ സ്കൂൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഓൺലൈൻ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. സോ എന്തുകൊണ്ടാണ് എഡ്രെക്സ്? വൈ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് ഇത്തരം കോഴ്സുകളൊക്കെ ചെയ്തിട്ട്. പക്ഷെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ്. അപ്പോൾ അവിടെ മാർക്കറ്റിനകത്ത് തന്നെ നമുക്ക് ഒരു സ്പേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 2 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ പ്രൊജക്ടിന്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് എഡ്യൂക്കേഷൻ മേഖലയുടെ മേജർ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആഡ് ഏജൻസി ബേസ്ഡ് മീഡിയ സ്കൂൾ എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ അഡ്രെക്സ് ക്രിയേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബാക്ക് ബോൺ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ഓൺ ഏജൻസി ആയിട്ട് അഡ്രെക്സ് ക്രിയേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയം തൊട്ട് നമുക്ക് ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഏജൻസിയിലേക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മീഡിയ സ്കൂളിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മിക്കപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയ സമയത്താണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ മാത്രം ഒരു ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഏജൻസികളുടെ മാത്രം ഒരു ഇഷ്യൂ അല്ല, ഇത് ബ്രാൻഡുകൾ ഉൾപ്പെടെ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഇപ്പോഴും മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. പിന്നീട് നമുക്കുണ്ടായിരുന്ന ഒരു മേജർ ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത് ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം ഇൻഡസ്ട്രിയിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി, ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ബേസിക്കലി ഇതിന്റെ ഒരു ലേണിംഗ് മെത്തേഡിന്റെ അല്ലെങ്കിൽ ഇതൊരു പഠിപ്പിക്കുന്ന രീതിയുടെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇത്തരം കോഴ്സുകൾ ബേസിക്കലി ഒരു സ്കിൽഡ് ബേസ്ഡ് കോഴ്സാണ്, നോളജ് കൊണ്ട് മാത്രം കാര്യമില്ല, സ്കിൽ ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സ്കില്ല് മനസ്സിലാക്കി അതിൽ അവർക്ക് സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നതിലൂടെ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ പറ്റൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആ രീതിയിലാണ് നമ്മൾ ഈ മീഡിയ സ്കൂളിന്റെ കരിക്കുലം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻസ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ഒരു സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവ് സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ കാണുന്ന പോലെ ഒരു സിംഗിൾ ടേമിൽ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ ഓരോ ഏരിയാസും ഓരോരുത്തരുടെയും സ്കിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കിൽ സെറ്റ് ഉണ്ടാവും, അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും. അതാണ് നമ്മൾ ഇത് പറയുന്ന ഓരോരുത്തരുടെയും സ്കിൽ ബേസ്ഡ് ആണെന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജേർണലിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. അതായത് എല്ലാം ചെയ്യാൻ കഴിയുന്നവർ എന്ന് പറയുന്ന ടൈപ്പ് ആളുകളെ പ്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. ഇതിൽ വരുന്ന ഒരു പ്രശ്നം, ഇവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് പ്ലേസ്മെന്റ് ഈസി ആയിരിക്കും, ഫസ്റ്റ് ഒരു ജോലി കിട്ടുന്നവർക്ക് ഈസി ആയിരിക്കും. അത് കഴിഞ്ഞ് അവർക്കൊരു കരിയർ ഗ്രോത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാലറി ഗ്രോത്തോ ഇവർ പുറത്തുനിന്ന് കാണുന്ന രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു 3, 4, 5 വർഷമൊക്കെ വർക്ക് ചെയ്തതിനു ശേഷമാണ് എവിടെയാണ് ഇവർ സ്റ്റക്ക് ആയത്, അല്ലെങ്കിൽ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഏതാണെന്നുള്ളത് ഇവർ കണ്ടെത്തുന്നത്. അപ്പോഴേക്കും അവരുടെ അത്രയും ടൈം അവർക്ക് സ്പെൻഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ ഓഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഒരു 4 മന്ത് നമ്മൾ അവർക്ക് ബേസിക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം അടുത്ത 2 മാസം അല്ലാന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യലൈസേഷൻ പീരീഡിനകത്ത് അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്കിൽ സെറ്റ് ഏതിന് മാച്ച് ചെയ്യുന്നതാണ്, അത് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ സ്കില്ലിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചുള്ള ഒരു ഏരിയക്കകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും നമ്മൾ പുറത്തിറക്കുന്ന കുട്ടികൾ. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി എങ്ങനെയാണ് അവന്റെ ഒരു സ്കില്ല് തിരിച്ചറിയുന്നത്? 6 മാസത്തെ ഒരു കോഴ്സാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 4 മാസം എന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ പീരീഡ് ആണ്. നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ സെഗ്മെന്റിലെ എല്ലാ മേഖലയെയും കുറിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ 4 മാസത്തിൽ കൊടുക്കും.
അതിനുശേഷമാണ് ഈ ഒരു 2 മാസത്തെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നമ്മൾ ഇനീഷ്യലി തന്നെ ഒരു സ്കിൽ ടെസ്റ്റ് കൊടുക്കും. അവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ അവരുടെ സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു വീക്ക്ലി ഒരാഴ്ചയിൽ അവരുടെ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അപ്പോൾ രാവിലെ മുതൽ ഒരു 3-4 മണിക്കൂർ ഒരു ലെക്ചർ കേൾക്കാം എന്നുള്ളൊരു താല്പര്യത്തിൽ വരുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സ്ഥലമേ അല്ല ഈ അഡ്രക്സ് മീഡിയ സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ബേസ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ നമ്മുടെ ഇൻഹൗസ് ട്രെയിനേഴ്സിന്റെ ഒരു ടോപ്പിക്കിലുള്ള ക്ലാസ് ആയിരിക്കും ഫസ്റ്റ് ഡേ അവർക്ക് കിട്ടുന്നുണ്ടാവുക. സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ ആ ടോപ്പിക് ബേസ് ചെയ്തിട്ട് തന്നെ അവർക്ക് ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. തേർഡ് ഡേയിൽ ഈ സെയിം ടോപ്പിക്കിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അവർക്ക് ഉണ്ടാവും. ഫോർത്ത് ഡേയിൽ ഈ സെയിം ടോപ്പിക്ക് തന്നെ ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ സെഷൻസ് ആയിരിക്കും. അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് അല്ലെങ്കിൽ കറന്റ്ലി എന്താണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് ആ സെഷനിൽ കിട്ടും. ഇനി അതിന് ലാസ്റ്റ് ഡേ വീക്ക്ലി ഫിഫ്ത്ത് ഡേ വരുമ്പോഴേക്കും അവർക്ക് ഇതിന്റെ പ്രസന്റേഷൻ ആയിരിക്കും. അതായത് ഈ സെയിം ടോപ്പിക്കിൽ അവർ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ഇൻഡിവിജ്വൽ പ്രൊജക്റ്റുകളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൊജക്റ്റുകളുടെ പ്രസന്റേഷൻ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഓരോ ടോപ്പിക് ഓരോ വീക്കിൽ നമ്മൾ കവർ ചെയ്യുമ്പോഴും അതിനകത്തുള്ള എല്ലാ ഡൗട്ട്സും അവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതിനകത്ത് അവർ ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ അസൈൻമെന്റുകളോ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ട്രെയിനിങ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സെഷൻസ് അവരെങ്ങനെയാണ് ഈ ടോപ്പിക്കിലെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്, ഈ ടോപ്പിക്കിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്താണ് തുടങ്ങിയ ഇൻസൈറ്റുകളും അവർക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ ഒരു 4 മന്ത് ട്രെയിനിങ് കഴിയുമ്പോഴേക്കും നമുക്കും അതുപോലെ തന്നെ ആ സ്റ്റുഡന്റിനും മനസ്സിലാവും അവരുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ സ്കിൽ സെറ്റ് ഏത് മേഖലയ്ക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത 2 മാസത്തേക്ക് നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നത്. ഈ ഒരു ലേണിംഗ് മെത്തേഡിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി അടുത്ത 2 മാസത്തെ സ്പെഷ്യലൈസേഷനും കൂടെ കഴിയുമ്പോഴേക്കും ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മാറും. നിങ്ങൾ ഒരു ബാച്ചിൽ ഒരു 100 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കും. സോ അത്രയും പേർക്ക് പറഞ്ഞിട്ടുള്ളതാണോ ഈ ഒരു ഫീൽഡ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ സംതിങ്? ഈ കോഴ്സിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ 4 ക്ലബ്ബുകൾ ഫോം ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെഗ്മെന്റ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് തന്നെ ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് കമ്പനികളിൽ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. പിന്നെ കോണ്ടന്റ് ക്രിയേഷനിൽ താല്പര്യമുള്ള ക്രിയേറ്റേഴ്സ് ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അല്ലെങ്കിൽ പ്രസന്റേഷൻ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ സ്കില്ലുള്ള ആളുകളുണ്ടാവും, നല്ല ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ നല്ല കോർഡിനേഷൻ സ്കില്ല് ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 6 മന്ത് പഠന കാലയളവിൽ തന്നെ ഓരോ വിദ്യാർത്ഥി ഇതിൽ ഏതെങ്കിലും ഒരു ക്ലബിനകത്ത് അംഗമായിരിക്കും. ഇവർക്ക് അഡീഷണൽ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ സാറ്റർഡേസ് ഈ ക്ലബ്ബുകൾ നടത്തുന്ന പ്രോഗ്രാമുകളുണ്ടാവും. അവരുടെ സ്കിൽ സെറ്റിനെയോ അല്ലെങ്കിൽ അവരുടെ ഡ്രീം അല്ലെങ്കിൽ അവരുടെ പാഷൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഈ ഒരു മെന്റർഷിപ്പും കൂടി കിട്ടിക്കഴിയുമ്പോൾ ഈ 6 മാസത്തെ കോഴ്സും കൂടെ കഴിഞ്ഞിറങ്ങുന്ന ഈ ഒരു കുട്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷനും അപ്പുറം അവരുടെ മുമ്പിൽ ഒരുപാട് പോസിബിലിറ്റീസ് തുറന്നു വരികയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. സോ ഈ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയാതെ എങ്ങനെയാണ് ഇത് അവർ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ സ്റ്റുഡൻസും ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള അസൈൻമെന്റുകൾ, പ്രൊജക്റ്റുകൾ ഇതെല്ലാം ഈ പാർട്ടുകളും കൂടെ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഓഡിയൻസ് ഏത് തരത്തിലുള്ള ആളുകൾ, ഓഡിയൻസിന്റെ പേഴ്സോൺ എന്താണ്, എല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അവിടുത്തെ ഫണ്ട് ഫ്ലോ എങ്ങനെയാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിജിറ്റൽ സൈഡ് മാത്രമല്ല, ഇതിന്റെ ഒരു ഓഫ്ലൈൻ സൈഡ്, ആ ബിസിനസ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സിന്റെ ഭാഗമാണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡന്റും പല സെഗ്മെന്റിലുള്ള ബിസിനസ്സുകളായിരിക്കും ഇത്തരത്തിൽ അനലൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വീക്കിലി ഇവർക്ക് പ്രസന്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ഒരു സെഗ്മെന്റ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സെഗ്മെന്റിനെ കുറിച്ച് ഈ കോഴ്സ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ സെഗ്മെന്റിലും ഇവർക്ക് ഇൻസൈറ്റ് കിട്ടുക. ഈ ഒരു 6 മാസത്തിനകത്ത് തന്നെ ഈ എല്ലാ സെഗ്മെന്റിലെയും എല്ലാ ടൈപ്പ് ബിസിനസ്സിനെയും എല്ലാ ടൈപ്പ് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ കുറിച്ചൊക്കെ ഇൻസൈറ്റ് ഇത്തരത്തിൽ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇവരൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിന്റെ ഡിജിറ്റൽ സൈഡും കൂടെ പഠിക്കുന്നത്. ഏതൊരു ബിസിനസ് ഓണേഴ്സും നോക്കുന്നത് അവർക്ക് വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റുന്ന മാർക്കറ്റേഴ്സിനെയാണ്. നമ്മുടെ ഈ തരത്തിലുള്ള ഒരു ലേണിംഗ് മെത്തേഡിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഇത്തരത്തിലുള്ള വാല്യൂ അഡീഷൻ കൊടുക്കാൻ പറ്റുന്ന തോട്ട് പ്രോസസ് ഉള്ള ഒരാളായി മാറും. എങ്ങനെയാണ് അപ്പം ഇത്രയും അധികം ആളുകൾ
ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത്? നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മേഖലയിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യത്തിൽ നമുക്കിവിടെ ഡൗട്ടില്ല. പിന്നെ ഇവരെ ഇതിന് പ്രാപ്തരായ രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ചലഞ്ച് ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു ലേണിംഗ് മെത്തേഡ് കൊടുത്തിട്ടുള്ളത്. ഇനി പലർക്കും ചിലപ്പോൾ പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് പിന്നെയുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1 ഇയർ ഒക്കെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ആ ഒരു കമ്പനിയുടെ കൾച്ചറിലേക്ക് അവർ മാറുന്നതോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു ബാക്ക് ആൻഡ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അതൊക്കെ ആയിരിക്കും ഇവർ നേരിടുന്ന മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പാർട്ടിലും നമ്മൾ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്ക് ആൻഡ് സപ്പോർട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 6 മന്ത് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മളൊരു ഓപ്ഷണൽ ഓൺ ജോബ് ട്രെയിനിങ് 1 ഇയറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഈ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ മിനിമം 2 സെഗ്മെന്റിലെങ്കിലും ഇവരെ നമ്മൾ വർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കും. ആ സമയത്ത് തന്നെ ഇവർക്ക് ഏൺ ചെയ്യാനും പറ്റും. അപ്പൊ ഈ 2 സെഗ്മെന്റ്, വ്യത്യസ്ത സെഗ്മെന്റ്, മിനിമം 2 സെഗ്മെന്റ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ പല സെഗ്മെന്റിലും വർക്ക് ചെയ്യേണ്ടത് പല രീതിയിലായിരിക്കും. അവിടുത്തെ ഓഡിയൻസ് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിന്റെ ആവശ്യകത വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാ സെഗ്മെന്റിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആവുന്ന ഒരാൾക്ക് ഈ ഒരു 1 ഇയർ കഴിഞ്ഞ് അവരൊരു പ്ലേസ്മെന്റ് കിട്ടുന്ന സമയത്ത് അവർക്ക് ഈ നമ്മൾ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫിറ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ അടുത്ത ജോബിന് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്.